കംപ്ലീറ്റ് ഫുള്ളി ഡൈനാമിക് വെബ്സൈറ്റ് ഉണ്ടാക്കിയാലോ യൂസിങ് ലവബിൾ ആൻഡ് ആൻറ്റി ഗ്രാവിറ്റി. വെബ്സൈറ്റിന് പേജ്, ബ്ലോഗ്, നാവിഗേഷൻ മെനു, അങ്ങനെ ഒന്നും വേണ്ട, പോർട്ട്ഫോളിയോ മാനേജർ, കംപ്ലീറ്റ് ഫോം ബിൽഡർ, നമ്മൾ ഫുള്ളി വൈബ് കോഡറായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഹോം പേജിലെ ഡാറ്റ ഫുള്ളി ഡൈനാമിക് ആയിട്ട് മാറ്റാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. പേജ്, ബ്ലോഗ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, നാവിഗേഷൻ മെനുവിൽ എന്തൊക്കെ കാണിക്കണം, പോർട്ട്ഫോളിയോ എന്തൊക്കെ വേണം, ഫോം ബിൽഡർ ഉണ്ട്. അതേപോലെ തന്നെ SEOക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജിനോ ബ്ലോഗിനോ ഇനി മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും AI കൊണ്ട് നല്ല അടിപൊളിയായിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും ഉണ്ട്. നമ്മുടെ ഹോം പേജ് ഇങ്ങനെ ഉണ്ടാവും. ഹായ്, ഐ എം സാദിഖ് ആൻഡ് ദിസ് ഈസ് ദ ബിൽഡർ സീരീസ്. സോ ഫസ്റ്റിലെ സ്റ്റെപ്പ് ആസ് യൂഷ്വൽ പ്ലാൻ പക്ക ആക്കുക എന്നുള്ളതാണ്. അപ്പം പ്ലാൻ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലെയിൻ ജേസൺ ഫോർമാറ്റിൽ എൻ്റെ പ്ലാൻ ഞാൻ ജെമിനി വെച്ച് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത പ്ലാന് ഞാൻ ലവബിൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ദിസ് ഈസ് മൈ എൻ്റയർ ബ്ലൂ പ്രിൻറ്റ്. നമ്മൾ ഈ ഫംഗ്ഷനാലിറ്റിയിൽ കൂടെ ഒന്ന് പോവുക, എന്നിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പം വെബ് ആപ്പ് ഒരു ഡൈനാമിക് വെബ്സൈറ്റാണ്, ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് വേണം, അത് പേജ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റയർ പ്ലാൻ. അതാണ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ്. ആൻഡ് ഐ പുട്ട് ഇറ്റ് ഇൻ ദ പ്ലാൻ മോഡ്. ഇതാണ് നമുക്ക് തന്ന പ്ലാന്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോജക്റ്റ് സ്ട്രക്ചർ, ലേ ഔട്ട്, അഡ്മിൻ ഡാഷ്ബോർഡ്, അങ്ങനത്തെ phase 3 ഓരോരോ ഫേസുകളായിട്ട് തിരിച്ചിട്ട് നമുക്ക് എൻ്റയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഐ അപ്രൂവ് ദ പ്ലാൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ലവബിള് നമ്മുടെ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലെറ്റ്സ് വെയിറ്റ്. അപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയർബേസ് ആണ് യൂസ് ചെയ്തത്. അപ്പം ഫയർബേസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഫയർബേസിൻ്റെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു ഹെൽപ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പം യു ക്യാൻ ജസ്റ്റ് ഗോ ടു ഫയർബേസ്, ഗൂഗിളിൻ്റെ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഓതൻറ്റിക്കേഷന്, പിന്നെ എല്ലാ ഡാറ്റയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫയർബേസിലാണ്. പിന്നെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിന് ഞാൻ ഫയർബേസ് അല്ല യൂസ് ചെയ്തത്, അതിന് പ്രൈസിങ് പ്ലാൻസ് വേണം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി ലോക്കൽ പ്രോജക്റ്റിലാണ്. അപ്പം രണ്ട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്ക് ക്ലൗഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കലി യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു ഇമേജ് മാനേജർ, ഒരു ഫയൽ മാനേജറൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളെ ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ നാവിഗേഷൻ മെനു മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമ്മളെ ബ്ലോഗ്, പേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഡാഷ്ബോർഡ്. ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മുടെ ഈ പേജ്, ബ്ലോഗ്, അങ്ങനത്തെ എല്ലാം മാനേജ് ചെയ്യാൻ, അതായത് CRUD ഓപ്പറേഷൻസ്, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഓപ്പറേഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജസ് സെറ്റ്, അതാണ് phase 3. ആൻഡ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. സോ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആൻഡ് യു ക്യാൻ സീ ഐ എം കറൻ്റ്ലി ടെസ്റ്റിംഗ് ദ പേജ് ക്രിയേറ്റ് ആവുന്നുണ്ടോ. ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് SEO, ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ നമ്മളെ പ്ലാനിലുള്ളതാണ് കേട്ടോ. ഈ പ്ലാനിൽ, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന ആ ടൈറ്റിൽ, ദാറ്റ്സ് കോൾഡ് മെറ്റാ ടൈറ്റിൽ, ആൻഡ് അണ്ടർ ദാറ്റ് ഇറ്റ്സ് കോൾഡ്, നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തുണ്ടാവുന്നതാണ്, ഗൂഗിൾ റിസൾട്ടിൽ കാണിക്കുന്നതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ SEOക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് സെക്ഷനാണ്. അപ്പോൾ അതായത് ജനറലായിട്ടുള്ള നമ്മൾ ഹോം പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജിൽ ജനറലായിട്ട് വേണ്ടത് റോബോട്ട് ടെക്സ്റ്റ്, പിന്നെ എന്തെങ്കിലും റീഡയറക്ട്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, സ്കീമാസ്. അപ്പം ഇതിലേക്ക് തന്നെ നമ്മൾ ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ നോർമൽ വെബ്സൈറ്റിൻ്റെ സെറ്റിംഗ് സെക്ഷൻ. ഇതിൽ നമുക്ക് സെറ്റിംഗ് സെക്ഷനിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, ഇതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കേട്ടോ. കോൺടാക്ട് പേജിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് വിടുന്നത്. ബിസിനസ് അവേഴ്സ് സെറ്റ് ചെയ്യാം. അടുത്ത ഫീച്ചറായിട്ട് നമ്മൾ ചെയ്തത് നമ്മളെ SEO സെറ്റിങ്സിൽ നമ്മുടെ പേജസിൻ്റെയും ബ്ലോഗ്സിൻ്റെയും മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷൻ, കീവേഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ടൻറ്റിൻ്റെ ബേസിൽ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെമിനിയുടെ API കീ വെച്ചിട്ട് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 സജഷൻസ് തരും. നമ്മളത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ മാറുന്നു. നമുക്ക് വി ക്യാൻ ജസ്റ്റ് സെറ്റ് ഇറ്റ്. ആൻഡ് ആ API കീ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ജെമിനി API കീ, നമ്മളിതെല്ലാം ഫയർബേസിൻ്റെ ഡാറ്റാബേസിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ജെമിനിയുടെ API കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോയിൽ പോവുക. യു ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് കാണാൻ പറ്റും. അടുത്ത ഫേസിൽ ഞാൻ ചെയ്തത് തീമാണ്. കളർ തീം സെറ്റ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് എൻഡിലുള്ളതിൻ്റെ. അടുത്ത നമ്മൾ സോഷ്യൽ ലിങ്ക്സ്. എല്ലാ ബിസിനസ്സുകൾക്കും ലിങ്ക്ഡിൻ, ട്വിറ്റർ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഫൂട്ടറിലാണ് നോർമലി കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെബ്സൈറ്റിൻ്റെ ഫൂട്ടറിൽ
ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ അഡ്മിനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഫൂട്ടറിൽ സെറ്റായി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോം ബിൽഡർ, ഒരു കംപ്ലീറ്റ് ഫോം ബിൽഡർ. ഇനീഷ്യലി ലവബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോമിൽ ഒരുപാട് ഫീൽഡ് ഉണ്ടായിരുന്നു എനിക്ക് ആവശ്യമില്ലാത്ത. നെയിം, സബ്ജക്റ്റ്, വാട്ട്സ് യുവർ പേർപ്പസ്, കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫീൽഡ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വെബ്സൈറ്റിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, I asked to Lovable to create a form builder in admin dashboard, and that is this section. നമ്മൾ ഈ ഫോംസിൽ നമുക്ക് ജസ്റ്റ് ഏത് ഫോമാണോ ഫോമിൻ്റെ പേര്, നമ്മൾ ബട്ടൻ്റെ ടെക്സ്റ്റ്, സബ്മിറ്റ് ബട്ടൻ്റെ ടെക്സ്റ്റ്, അത് മെസ്സേജ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മെസ്സേജ് കാണിക്കണം, ഒരു ഫോമിൽ വേണ്ട ഫീൽഡ്, അതിൻ്റെ ലേബൽ, പ്ലേസ് ഹോൾഡർ എന്ത് വേണം, അതിൻ്റെ ടൈപ്പ് എന്താണ്, വിഡ്ത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, വേറെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഫോൺ നമ്പർ, അതായത് നമുക്ക് വേണ്ട ഫീൽഡുകളെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കോണ്ടാക്ട് ഫോമിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും ഞാൻ ഡൈനാമിക് ആക്കി. നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഏത് കോണ്ടാക്ട് ഫോം ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അതാണ് കോണ്ടാക്ട് പേജിൽ കാണിക്കേണ്ടത്, അതിവിടെ കൊടുക്കുക. പിന്നെ ഇൻ കേസ് ഇനി ഫോം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ പേജ് ഉണ്ടാക്കി, നമ്മൾ പേജസിൽ പോകുന്നു, ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യു ക്യാൻ സെലക്ട് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ ക്രിയേറ്റ് ചെയ്ത ഫോം ഇവിടെ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ചൂസ് ദ ഫോം. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോഷൻസോ അങ്ങനെ എന്തെങ്കിലും റൺ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് യു ക്യാൻ ഡു ദ സെയിം ഫോർ ബ്ലോഗ്സ് ആസ് വെൽ. നമ്മൾ ഒരു ബ്ലോഗിൽ പോയിട്ട് ഒരു ബ്ലോഗിൽ ആ പെർട്ടിക്കുലർ ഫോം ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെലക്ട് ദ ഫോം. നമ്മൾ ഇതിപ്പോൾ ഞാൻ ആകെ ഒരു ബ്ലോഗിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എ ലവ് സിമ്പിൾ. ആൻഡ് ഇഫ് വി ഗോ ടു ദ ബ്ലോഗ് പേജ്, യു ക്യാൻ സീ ദിസ് ഇസ് ദ ബ്ലോഗ് ടെസ്റ്റ്, ആൻഡ് യു ക്യാൻ സീ ദ ലവ് സിമ്പിൾ ആൻഡ് ദ ഫോം വിച്ച് വി ക്രിയേറ്റഡ്. അപ്പോൾ ദിസ് ഈസ് എ ഫുള്ളി ഡൈനാമിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഡൈനാമിക് ആണ്. പിന്നെ ഞാൻ ചെയ്തത്, നിങ്ങൾ ലവബിളിൽ ആപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് SEO ഫ്രണ്ട്ലി അല്ല. കാരണം ഇത് വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണ്. സെർച്ച് എൻജിൻസിൻ്റെ ക്രോളേഴ്സ് വരുന്ന സമയത്ത് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് സപ്പോർട്ട് ചെയ്യുന്ന ക്രോളേഴ്സ് കുറവാണ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ ലവബിളിനെ ഗിറ്റ്ഹബുമായിട്ട് ലിങ്ക് ചെയ്തു. ഗിറ്റ്ഹബിൽ നിന്ന് നമ്മുടെ എൻ്റയർ കോഡ് ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡ് ചെയ്തതിന് നമ്മൾ ആൻറ്റിഗ്രാവിറ്റിയിൽ ഓപ്പൺ ചെയ്തു. ആൻറ്റിഗ്രാവിറ്റിയിൽ ഓപ്പൺ ചെയ്തിട്ട് ഐ ജസ്റ്റ് ആസ്ക്ഡ് ആൻറ്റിഗ്രാവിറ്റി നമ്മളെ ഇത് ക്രോളേഴ്സിന് പറ്റുന്നൊരു ആപ്പാണോ, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യണം. എന്നിട്ട് ഐ പുട്ട് ഇറ്റ് ഇൻ പ്ലാൻ മോഡ്. ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാനിങ് മോഡിലാണെങ്കിൽ ക്ലോഡോപ്പസ് യൂസ് ചെയ്യും. ക്ലോഡോപ്പസ് യൂസ് ചെയ്തിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്തു. അപ്പം പ്ലാൻ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ നെക്സ്റ്റ് JSലേക്ക് മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്തു. പിന്നെ ഐ ജസ്റ്റ് ക്ലിക്ഡ് നെക്സ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഇംപ്ലിമെൻറ്റിങ് ദിസ്. ഐ ഡു നോട്ട് ഹാവ് എനി ഐഡിയ വാട്ട്സ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ്. കംപ്ലീറ്റ്ലി പ്യുവർലി വൈപ്പ് കോഡറാണ്. ഞാൻ മാനുവലി പോയിട്ട് ഒരു ലൈൻ ഓഫ് കോഡ് പോലും ഞാൻ മാനുവലി എഡിറ്റ് ചെയ്തിട്ടില്ല. ദർ വാസ് എ ലോട്ട് ഓഫ് എറേഴ്സ്. ഞാനത് കോപ്പി ചെയ്യുന്നു, ചാറ്റിലിട്ട് കൊടുക്കുന്നു, എറർ ഫിക്സ് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ചാറ്റിലിട്ട് കൊടുക്കുന്നു, എറർ ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ഞാൻ ചെറിയ പിന്നെയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തത്, ഒന്ന് ഇമേജ് അപ്ലോഡ് മാനേജറാണ്. ഇമേജ് അപ്ലോഡ് മാനേജറിൽ നമ്മൾ ഒരു ലോക്കൽ ഇമേജ് അപ്ലോഡിനുള്ള ഒരു അപ്ലോഡ് ടു ക്ലൗഡ് ഉണ്ട്. ഈ അപ്ലോഡ് ടു ക്ലൗഡ് ഫയർബേസിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫയർബേസിന് ബില്ലിങ് വരുന്നതുകൊണ്ട് ഞാൻ എന്താക്കി, അപ്ലോഡ് ടു ലോക്കൽ. അതായത് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രോജക്റ്റ് ഫയൽസിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ എവിടെയാണോ ഡിപ്ലോയ് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്, ആ പെർട്ടിക്കുലർ പാത്തിലേക്ക് വി ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ അപ്ലോഡ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ഫങ്ഷനാലിറ്റി ആഡ് ചെയ്തു. We can just apply the crop. So let's see. So this is the insert image. നമ്മൾ ഇമേജ് ഇതൊരു പ്യുവർലി ടെക്സ്റ്റ് എഡിറ്റർ ആയതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ HTML നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മളെ അബൌട്ട് us പേജ് ആണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു സേവ് ഇറ്റ്. ഇതാണ് ഞാൻ ഇമേജ് മാനേജറിൽ ഞാൻ ചേഞ്ച് ചെയ്ത വേറൊരു കാര്യം. ലെറ്റ്സ് റിവൈസ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നല്ലൊരു അടിപൊളി പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. ആ പ്ലാൻ നമ്മൾ റിഫൈൻ ചെയ്യുന്നു. ആ പ്ലാൻ റിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തത് എന്താണ്, ഫയർബേസിൽ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഒതൻറ്റിക്കേഷൻ, ഡാറ്റാബേസ്, സ്റ്റോറേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എനേബിൾ ചെയ്യുക. ഫയർബേസിൽ നമ്മൾ സ്റ്റോറേജ് സെലക്ട് ചെയ്തിട്ടില്ല, ലോക്കൽ സ്റ്റോറേജ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വി ഗോ വിത്ത് ദ പ്ലാൻ ആൻഡ് ഡാഷ്ബോർഡ്, പേജസ്, ബ്ലോഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ള അഡ്മിൻ ഡാഷ്ബോർഡ്
lovable create ചെയ്യും. Entire thing will be created. Once the entire process is done, we refine a lot of things. Then what we do is we link the lovable with the git. ഗിറ്റിൽ നമ്മൾ ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സോഴ്സ് ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക. ആ സോഴ്സ് ഫയൽസ് ആൻറ്റിഗ്രാവിറ്റിയിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വി ആസ്ക് ഫോർ എ മൈഗ്രേഷൻ ഫ്രം റിയാക്ട് പ്ലസ് വൈറ്റ് ടു റിയാക്ട് പ്ലസ് Next.js. അതെന്തിനാന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. SEO ഫ്രണ്ട്ലി ആവണം. ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണെങ്കിൽ ക്രോളേഴ്സ് എടുക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വി ട്രൈ ടു റൺ ഇറ്റ്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് എറേഴ്സ്. നമ്മൾ ആ റൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എറേഴ്സ് എല്ലാം കോപ്പി ചെയ്യുന്നു. ടെർമിനലിൽ നിന്ന് കോപ്പി ചെയ്യുക, ചാറ്റിലിടുക, ഫിക്സ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഇനി നിങ്ങൾക്കൊരു ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കണം. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ലിങ്കിങ് ദ പ്ലാൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓർ ഇൻ ദ കമൻറ്റ്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ടു കമൻറ്റ് and follow for more videos like this and subscribe.